നമസ്കാരം. 18ാം ലോക്സഭാ സമ്മേളനം അതിഗംഭീരമായി ഇന്ത്യയുടെ പുതിയ പാർലമെന്റിൽ നടക്കുമ്പോൾ ആ പുതിയ പോർമുഖത്തിന് മങ്ങലേൽപ്പിക്കാൻ പ്രതിപക്ഷം തിരഞ്ഞെടുത്ത വഴി നമ്മൾ കണ്ടതാണ്. ഇന്ത്യൻ ഭരണഘടന പാർലമെന്റിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഇന്ത്യ മുന്നണിയുടെ പ്രകടനം സ്വയം കോമാളിവേഷം കെട്ടുന്നതുപോലെയാണ് തോന്നിയത്. ഒരുപക്ഷെ ഈ പ്രതിഷേധിച്ചവരുടെ പൂർവികർ ഭരണഘടനയോടും ഇന്ത്യൻ ജനതയോടും ചെയ്തതൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയതുകൊണ്ടാകണം പാർലമെന്റിൽ നടന്നത് ഒരു കോമാളിയുടെ വേഷം കെട്ടലായി തോന്നിയത്. ഇതിനെ തടയിടുന്നതായിരുന്നു ഇന്നത്തെ മോദിയുടെ വാക്കുകൾ. ജനാധിപത്യത്തെ കൊല്ലുകയും അതിനെ ആവർത്തിച്ച് ആക്രമിക്കുകയും ചെയ്യുന്നവരാണ് കോൺഗ്രസുകാർ. അധികാരത്തിൽ മുറുകെ പിടിക്കാൻ അന്നത്തെ കോൺഗ്രസ് സർക്കാർ എല്ലാ ജനാധിപത്യ തത്വങ്ങളെയും അവഗണിച്ച് രാജ്യത്തെ ജയിലിലാക്കി. കോൺഗ്രസിനോട് വിയോജിക്കുന്ന ഏതൊരു വ്യക്തിയെയും പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചവരാണ് ഭരണഘടനയെക്കുറിച്ച് സംസാരിക്കുന്നതെന്നും കോൺഗ്രസിന്റെ കപട സ്നേഹം ജനങ്ങൾ തിരിച്ചറിഞ്ഞുവെന്നും മോദി പറഞ്ഞപ്പോൾ അത് ഓർമ്മപ്പെടുത്തിയത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ആ ഇരുണ്ട കാലഘട്ടത്തെയാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ കറുത്ത ഏടുകളാണ് അടിയന്തരാവസ്ഥ കാലം. ആ ഇരുണ്ട കാലത്തിന് ഇന്ന് 50 വയസ്സ് പിന്നിടുകയാണ്. അന്ന് ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ഉപദേശാനുസരണം ഇന്ത്യൻ ഭരണഘടനയിലെ 352-ാം വകുപ്പ് അനുസരിച്ച് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. 1975 മുതൽ 77 വരെയായിരുന്നു അടിയന്തരാവസ്ഥ കാലഘട്ടം. ഇന്ദിരയുടെ പാർട്ടിയായ കോൺഗ്രസ് പാർട്ടി 1971 നടന്ന തെരഞ്ഞെടുപ്പിൽ പരക്കെ തെരഞ്ഞെടുപ്പ് കൃത്രിമം കാട്ടിയെന്ന് ഇന്ദിരയുടെ എതിരാളികൾ ആരോപിച്ചിരുന്നു. ഗാന്ധിയൻ സോഷ്യലിസ്റ്റ് നേതാവായ ജയപ്രകാശ് നാരായണൻ സത്യാഗ്രഹത്തിലൂടെ ഇന്ത്യൻ സർക്കാരിനെ പുറത്താക്കുവാൻ ബീഹാറിൽ ജനകീയ പ്രക്ഷോഭം നടത്തുവാൻ ശ്രമം തുടങ്ങി. നാരായണും അദ്ദേഹത്തിന്റെ അനുയായികളും അഹിംസാ മാർഗത്തിലൂടെ ഇന്ത്യൻ സമൂഹത്തെ മാറ്റിമറിക്കുവാൻ ഒരു സമ്പൂർണ്ണ വിപ്ലവത്തിനായി വിദ്യാർത്ഥികളെയും കർഷകരെയും തൊഴിലാളി സംഘടനയെയും ഒരുമിപ്പിക്കുവാൻ ശ്രമിച്ചു. തുടർന്ന് ഗുജറാത്ത് സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ ഇന്ദിരയുടെ പാർട്ടി പല രാഷ്ട്രീയ കക്ഷികളുടെയും സഖ്യമായ ജനതാ പാർട്ടിയോട് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. ഇന്ദിരാഗാന്ധിയോട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട രാജനാരായണൻ ഇന്ദിരാഗാന്ധിക്കെതിരെ അലഹാബാദ് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു. തെരഞ്ഞെടുപ്പ് കൃത്രിമം, സർക്കാർ വസ്തുവകകൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ഉപയോഗിക്കൽ എന്നീ കുറ്റങ്ങൾ ആരോപിച്ചായിരുന്നു കേസ്. 1975 ജൂൺ 12-ന് ജസ്റ്റിസ് ജഗ്മോഹൻ സിൻഹ ഇന്ദിരാഗാന്ധിയെ ഭരണകൂടത്തിന്റെ വസ്തുവകകൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി വിനിയോഗിച്ചു എന്ന കുറ്റത്തിന് കുറ്റക്കാരിയായി വിധിച്ചു. ഇന്ദിരയുടെ തെരഞ്ഞെടുപ്പ് വിധി കോടതി റദ്ദാക്കുകയും ലോക്സഭാ സീറ്റ് റദ്ദാക്കുകയും ചെയ്തു. അടുത്ത 6 വർഷത്തേക്ക് ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി മത്സരിക്കുന്നതിൽ നിന്ന് കോടതി വിലക്കി. സംസ്ഥാന സർക്കാരുകളിലേക്കും കേന്ദ്ര മന്ത്രിസഭകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകൾ നീട്ടിവെക്കപ്പെട്ടു. ഇന്ത്യൻ ഭരണഘടനയുടെ 352-ാം വകുപ്പ് ഉപയോഗിച്ച് ഇന്ദിര സ്വയം അമിതമായ അധികാരങ്ങൾ ഏറ്റെടുത്തു. പൗരാവകാശങ്ങൾക്കും രാഷ്ട്രീയ എതിർപ്പിനും എതിരെ വ്യാപകമായ അടിച്ചമർത്തൽ തുടങ്ങി. പാകിസ്ഥാനുമായുള്ള യുദ്ധം അവസാനിച്ച് അധികം വർഷങ്ങൾ ആയിരുന്നില്ല. രാജ്യസുരക്ഷയ്ക്കുള്ള ഭീഷണിയായിരുന്നു സർക്കാർ ഈ അടിച്ചമർത്തലുകൾക്ക് ന്യായീകരണമായി പറഞ്ഞത്. വ്യാപകമായ രാഷ്ട്രീയ എതിർപ്പിനും രാജ്യമൊട്ടാകെയും പാർട്ടിയിലും അനുയായികൾ വിട്ടുപോകുന്നതിനുമിടയ്ക്ക് ഇന്ദിര അടുത്ത പാർട്ടി അനുഭാവികളെയും ഇളയ മകനായ സഞ്ജയ് ഗാന്ധിയുടെയും ഉപദേശം സ്വീകരിച്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അങ്ങനെ ഇന്ദിരയുടെ തന്നെ വാക്കുകളിൽ ഇന്ദിര ജനാധിപത്യത്തെ നിശ്ചലാവസ്ഥയിലാക്കി. ഇന്ദിരയുടെ ഉപദേശമനുസരിച്ച് രാഷ്ട്രപതി അഹമ്മദ് എല്ലാ 6 മാസം തോറും അടിയന്തരാവസ്ഥ തുടരുവാനുള്ള അനുമതി നൽകി. ഇത് 1977 തെരഞ്ഞെടുപ്പ് നടത്തുന്നതുവരെ തുടർന്നു. രാജ്യമൊട്ടാകെ പോലീസിനെ ഉപയോഗിച്ച് ആയിരക്കണക്കിന് നേതാക്കളെയും പ്രതിഷേധിക്കുന്ന ജനങ്ങളെയും സർക്കാർ അറസ്റ്റ് ചെയ്തു. പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും RSS, ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി എന്നീ സംഘടനകൾ നിരോധിക്കപ്പെട്ടു. നിയമസഭയുടെ സഹായത്തോടെ രാജ്യത്തെ നിയമങ്ങൾ തിരുത്തിയെഴുതുവാൻ ഇന്ദിര ശ്രമിച്ചു. നിയമസഭയിൽ കോൺഗ്രസിന് മുന്നിൽ 2-ലേറെ ഭൂരിപക്ഷമുണ്ടായിരുന്നു. അധികാരം വേണ്ടത്ര വേഗതയിൽ തന്റെ കയ്യിൽ എത്തുന്നില്ല എന്ന് തോന്നിയ ഇന്ദിര പാർലമെന്റിനെ പൂർണ്ണമായി കവച്ചുവെക്കുന്ന തരത്തിൽ രാഷ്ട്രപതിയെ കൊണ്ട് അസാധാരണമായ നിയമങ്ങൾ പുറപ്പെടുവിച്ചു. അങ്ങനെ ഉത്തരവുകൾ കൊണ്ട് ഭരിക്കുവാൻ ഇന്ദിരയ്ക്ക് സാധിച്ചു. തെരഞ്ഞെടുപ്പ് കൃത്രിമ കേസിൽ നിന്നും ഇന്ദിരയെ പൂർണ്ണമായും കുറ്റവിമുക്തയാക്കുന്ന വിധത്തിൽ നിയമങ്ങൾ നിർമ്മിക്കുവാനും ഇന്ദിരയ്ക്ക് പ്രയാസമുണ്ടായില്ല. ഇന്ദിരയ്ക്കെതിരായ പാർട്ടികൾ ഭരിച്ചിരുന്ന ഗുജറാത്ത്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ ഭരണം അനിശ്ചിതകാലത്തേക്ക് പിരിച്ചുവിട്ട് ഇന്ദിര അവിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി. ഒരു കേസും ഇല്ലാതെയും അവരുടെ കുടുംബാംഗങ്ങളെ അറിയിക്കാതെയും നിരപരാധികളെ പിടിച്ചുവെക്കാനും അറസ്റ്റ് ചെയ്യാനും പോലീസിന് അധികാരം നൽകി.
1,10,806 പേരെ ഇത്തരത്തിൽ വിചാരണ കൂടാതെ അറസ്റ്റ് ചെയ്ത് പീഡിപ്പിച്ചതായി ഷാ കമ്മീഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അടിയന്തരാവസ്ഥ കാലത്ത് രാഷ്ട്രീയ തടവുകാരെയും മറ്റ് തടവുകാരെയും ദ്രോഹിക്കുകയും ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്തു. പഴയ ദില്ലിയിലെ തുർക്ക്മാൻ ഗേറ്റ്, ജുമാ മസ്ജിദ് പ്രദേശങ്ങളിലെ ചേരികളും താഴ്ന്ന വരുമാനമുള്ളവരുടെ വീടുകളും നശിപ്പിച്ചു. ഡൽഹിയിൽ മാത്രം 1,50,105 കുടിലുകളാണ് അന്ന് തകർക്കപ്പെട്ടത്. ഇന്ത്യയുടെ ജനാധിപത്യത്തിനെതിരെയുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു അടിയന്തരാവസ്ഥ. ആ ഒരു കാലഘട്ടത്തിലേക്ക് ഇന്ത്യൻ ജനതയെ ഇനിയും തള്ളിയിടാൻ മോദി സർക്കാർ അനുവദിക്കില്ല. ഭരണഘടനയും ഇന്ത്യൻ ജനാധിപത്യവും സംരക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. അത് മോദിയുടെ ഗ്യാരണ്ടിയാണ്.